എക്സസൈസിൽ തന്നെ കുറച്ച് എക്സസൈസും കൂടെ ഒന്ന് നോക്കാം, ഒരു പ്രോബ്ലം കൊണ്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ എക്സസൈസ് 1.1 എക്സസൈസ് 1.1 NCERT ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. NCERTയിലെ എക്സസൈസ് 1.1 എന്ന് പറഞ്ഞാൽ ആ ഇതിൽ എട്ടാമത്തെ പ്രോബ്ലം പരിധി വരെ അത് ഈക്വലൻസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും ആ പ്രോബ്ലം നമുക്ക് പരിശോധിക്കാം. ഷോ ദാറ്റ് ദ relation R in the set A 1, 2, 3, 4. റിലേഷൻ്റെ പേര് R. റിലേഷൻ R in the set A ഇതാണ് 1, 2, 3, 4, 5. ഓക്കെ, ആ റിലേഷനെ പരിഗണിക്കുന്നത് ഗിവൺ ബൈ റിലേഷൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. R equal to set of all ordered pair AB such that A minus modulus of A minus B, A minus Bയുടെ മോഡുലസ്. ഓക്കെ, അതിൻ്റെ അതായത് ഇങ്ങനെയാണ് മോഡുലസ് വരിക. 1-5ൻ്റെ മോഡുലസ് നെഗറ്റീവ് 1-5 നെഗറ്റീവ് 4, നെഗറ്റീവ് 4ൻ്റെ മോഡുലസ് 4 ആണെന്നർത്ഥം. അതാണ് നെഗറ്റീവ് പരിഗണിക്കില്ല. അതാണ് മോഡുലസ് ഓഫ് A minus B പറഞ്ഞാൽ A minus B കണ്ടിട്ട് അതിൻ്റെ നെഗറ്റീവ് പരിഗണിക്കാതുള്ള സംഖ്യ എന്നാണ് അർത്ഥം. A minus B ഈസ് ഈവൻ. ഈ A minus B എന്തായിരിക്കണം? അതിൻ്റെ മോഡുലസ് ഓഫ് A minus B മസ്റ്റ് ബി ഈവൻ ആയിരിക്കണം, ഈവൻ നമ്പർ ആയിരിക്കണം, ഇരട്ടസംഖ്യ ആയിരിക്കണം എന്നർത്ഥം. അത്രേ ഉള്ളൂ. 2 അരിച്ചു പോകണം അതിൽ എന്നർത്ഥം. അത്രേ ഉള്ളൂ നിബന്ധന. എയിൽ നിന്ന് ആദ്യത്തെ സംഘത്തിൽ നിന്ന് രണ്ടാമത്തെ അംഗത്തെ കുറച്ച് അതിൻ്റെ മോഡുലസ് കണ്ടാൽ അത് ഈവൻ ആയിരിക്കണം, 2 അരിച്ചു പോകണം. അത്രേ ഉള്ളൂ നിയമം. അപ്പോൾ ഈസ് ആൻ ഈക്വലൻ്റ് റിലേഷൻ, അതാണ് തെളിയിക്കേണ്ടത്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഈസ് ആൻ ഈക്വലൻ്റ് റിലേഷൻ. ഏത് ആർ എന്നുള്ളത്? ഈ ഏത് റിലേഷൻ? ഈ നിബന്ധന പാലിക്കുന്ന എയിൽ നിന്നുള്ള റിലേഷൻ അത് ഈക്വലൻ്റ് റിലേഷൻ ആണെന്ന് തെളിയിക്കണം. ഈക്വലൻ്റ് റിലേഷൻ ആണ് തെളിയിക്കണം. എന്ത് വേണം? ഈക്വിവാലൻ്റ് അല്ല, ഈക്വിവാലൻസ് ആണ്. ഈക്വിവാലൻ്റ് അല്ല, ലെൻസ് ആണ്. ഈക്വിവാലൻസ് റിലേഷൻ ആണ് തെളിയിക്കണം. ഈക്വലൻസ് റിലേഷൻ ആണ് എങ്ങനെയൊക്കെ തെളിയിക്കാം? ഈക്വലൻസ് റിലേഷൻ അത് റിഫ്ലക്റ്റീവ് ആണ്, പിന്നെ സിമെട്രിക് ആണ്, പിന്നെ ട്രാൻസിറ്റീവ് ആണ്. ആ 3 ഭാഗങ്ങളെ വേർതിരിക്കണം. എന്നിട്ട് അതിന് ശേഷം എന്ത് വേണം? തെളിയിച്ചു. ഷോ ദാറ്റ് ഈക്വലൻസ് റിലേഷന് പ്രത്യേകത ഉണ്ട്. ഇതിൽ ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നില്ല, പക്ഷേ ഈക്വലൻസ് റിലേഷൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ഉള്ളിൽ ഈക്വലൻസ് ക്ലാസ് ഉണ്ടാവുന്നത്. അതാണ് ഇനി പറയുന്നത്. ഈക്വലൻസ് ക്ലാസ് എന്ന് പറയാതെയാണ് ചോദ്യം ചോദിക്കുന്നത് അർത്ഥം. ഷോ ദാറ്റ് ആൾ ദ എലമെന്റ്സ് ഇൻ 1, 3, 5 അത് ഇതിലുള്ള തന്നെയാണ്. 1, 3, 5 എന്നുള്ള സെറ്റ് അത് ഈക്വലൻ്റ് ക്ലാസ് ആണ്. എലമെന്റ്സ് ഓഫ് 1, 3, 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 1, 3, 5 എന്നുള്ള എലമെന്റുകളുടെ ആർ ദ എലമെന്റ്സ് ഓഫ് 1, 3, 5 എന്നുള്ള എലമെന്റ്സ് ഒക്കെ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. റിലേറ്റഡ് ടു ഈച്ച് അതർ 1, 3, 5 പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ആർ ദ എലമെന്റ്സ് ഓഫ് 2, 4 അതും ആർ റിലേറ്റഡ് ടു ഈച്ച്, അതും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് ബന്ധം? ഈ പറഞ്ഞ ബന്ധം A minus മോഡുലസ് ഓഫ് A minus B ഈസ് ഈ രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അർത്ഥം. ബന്ധപ്പെട്ടിരിക്കുന്നു തെളിയിക്കണം, ഷോ ചെയ്യണം. അത്രേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. 1 - 3 എന്താണ്? 2 ആണ്. 2ൽ 2 അരിച്ചു പോകും, ശരിയാണ്. 3 - 5 അല്ല, 1 - 3 -2 ആണ്. അപ്പോൾ അത് അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? 2 ആയിരിക്കും. 3 - 5 എന്ന് പറഞ്ഞാൽ -2 ആണ്. അതിൻ്റെ മോഡുലസ് എന്തായാലും 2 ആയിരിക്കും. അതൊക്കെ ഈവൻ അല്ലേ? അത്രയേ ഉള്ളൂ തെളിയിക്കാൻ. അതൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത്, ഈക്വലൻസ് ക്ലാസ് എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ എന്നർത്ഥം. അപ്പോൾ അത് തെളിയിക്കണം. 2, 4 റിലേറ്റഡ് ടീച്ചർ. പിന്നെ വേറെ ഒന്നുകൂടെ തെളിയിക്കാണ്ട്, ബട്ട് നോ എലമെന്റ് ഓഫ് 1, 3, 5 ഇതിലെ എലമെന്റും ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ്സ് ഓഫ് 2, 4 ഇതിലെ എലമെന്റും തമ്മിൽ ഒരു ബന്ധമില്ല. ഏത് പറഞ്ഞ ബന്ധം? ഈ ബന്ധമില്ല. അത്രേ തെളിയിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഇതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എഴുതി ആ റിലേഷൻ എടുത്ത് ഈ റിലേഷൻ എടുത്ത് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ആർ എ ബി ഓർഡർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് A minus B ഈസ് ഈവൻ. ഓക്കെ, ഏത് സെറ്റിന് ഏത് സെറ്റിലേക്കാന്ന് അറിഞ്ഞു. ഈ സെറ്റ് എയിലാണ്. അപ്പോൾ അത് A cross Aയുടെ സബ്സെറ്റാണ്. അപ്പോൾ ആർ ഈക്വൽ ടു സബ്സെറ്റ് ഓഫ് A cross A എന്ന് എഴുതി. ഇംപ്ലൈസ്
ആർ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണ്. ആർ ബിലോങ്സ് ടു ഈ സെറ്റ് ക്രോസ് ഈ സെറ്റ് അതിലെ അംഗങ്ങളായിരിക്കും വരിക. ഇതിൽ അതിലെല്ലാ അംഗങ്ങളും എഴുതണ്ട. 16 അംഗമുണ്ട്. 16 അല്ല, 5 അംഗമുണ്ട്. 5 5 5 25 അംഗമുണ്ടോ, അത് മുഴുവൻ എഴുതേണ്ട കാര്യമില്ല. റിലേഷൻ്റെ അംഗങ്ങൾ എഴുതണം. റിലേഷൻ ഈക്വൽ ടു ഏതാ റിലേഷൻ്റെ പദം ഇതിലെ അംഗമായിരിക്കണം. പിന്നെ എന്തൊക്കെ വേണം? ഈ നിബന്ധന പാലിക്കുമാണ്. എ മൈനസ് ബി ഈസ് ഈവൻ എന്നുള്ള നിബന്ധന പാലിക്കുന്ന അംഗങ്ങളാണ് റിസൾട്ടിൽ വരിക. അപ്പോൾ ഏതൊക്കെ വരും? ഒന്നൊന്നും നോക്കുക. 1 ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. 1 മൈനസ് 1 0 പൂജ്യത്തിൻ്റെ മോഡുലസ് കണ്ട 0 തന്നെ കിട്ടും. നെഗറ്റീവ് പരിഗണിക്കാത്ത സംഖ്യയല്ലേ, 0 ആയിരിക്കും. അപ്പോൾ അതുണ്ട്. പിന്നെ 1 3 ബന്ധമുണ്ട്. 1 മൈനസ് 3 എന്ത് വരും? -2 വരും. 1 മൈനസ് 3 -2 വരും. -2ൻ്റെ മോഡുലസ് എന്ത് വരും? 2 ആണ് വരിക. ആ നെഗറ്റീവ് പോകുന്ന അർത്ഥം. ഈവനല്ലേ 2 എന്നുള്ള സംഖ്യ ആണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. 1 5 ഒരു ഉദാഹരണം ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. 1 5 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 1 മൈനസ് 5ൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ മാത്രമേ ഉദാഹരണം ചെയ്തിട്ടുള്ളൂ കേട്ടോ. 1 മൈനസ് 5ൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 5 -4 ആണ്. -4ൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഈസ് ഈവൻ. 4 ഈവനാണ്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഓരോ അംഗത്തിനുണ്ട്. അപ്പോൾ 13 അംഗങ്ങളിൽ എന്താ വരിക? ഇതിലെല്ലാത്തിനും ബന്ധമാണ്. ഇത് വേറെ എന്തൊരു ബന്ധം പറഞ്ഞു? വേറെ ഇതൊന്നും നോക്കിക്കോളൂ. 3 1 നോക്കും. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ മോഡുലസ് കാണാം. 2 തന്നെയല്ലേ? ഇനി ഒരെണ്ണം വേണം നോക്കാം. 2 4 നോക്കും. 2 മൈനസ് 4 -2 ആണ്. -2ൻ്റെ മോഡുലസ് കാണാം. 2 വരിക. അപ്പോൾ ഇതൊക്കെ ഈവൻ നമ്പേഴ്സാണ് വരിക. ഈ സംഖ്യകളൊക്കെ ഈ സംഖ്യകളായിരിക്കും എന്തിനുള്ളതായിരിക്കുക? റിലേഷൻ്റെ അംഗങ്ങളായിരിക്കും. എ ക്രോസ് ബിയിൽ 25 അംഗങ്ങളുണ്ട്. പക്ഷേ റിലേഷൻ്റെ 13 അംഗങ്ങളുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 അംഗങ്ങളുള്ള സെറ്റാണ് ആർ റിലേഷനിലുള്ളത്. ഇനി റിഫ്ലക്സീവ് ആണോ നോക്കണം. റിഫ്ലക്സീവ് ആണെന്ന് എന്ത് വേണം? ഒന്നുണ്ടെങ്കിൽ എ ബിലോങ്സ് ടു ആർ ഫോർ ആൾ എ ബിലോങ്സ് ടു എ. ഇതാണ് വേണ്ടത്. എ ബിലോങ്സ് ടു ആർ ഫോർ ആൾ എ ബിലോങ്സ് ടു എ. ഇവിടെ ഒരു സംഖ്യ എടുത്തു. 1 എടുത്തു. 1 എടുത്താൽ ഇതിൽ നിന്ന് 1 എടുക്കണം. ആ 1 എന്തിൽ വേണം? റിലേഷനിൽ വേണം. 1 ഉണ്ടല്ലോ റിലേഷനിൽ. ഇതാ. ഇനി 2 എടുത്താൽ 2 2 റിലേഷനിൽ വേണം. 2 2 ഉണ്ടല്ലോ റിലേഷനിൽ. ഇതാ റിലേഷനിൽ. 3 3 റിലേഷനിലുണ്ട്. മനസ്സിലായോ? അപ്പം 0. അപ്പം അതിനർത്ഥം എല്ലാ അംഗങ്ങളും ഉണ്ട്. 1 2 3 4 5 അംഗങ്ങളുണ്ട്. ഏഴ് അംഗങ്ങളാണ് ഈ 5 എണ്ണം. ഏതോ 1 2 ഇതുണ്ടോ? 1 2 3 4 5 ഈ 5 അംഗങ്ങൾ 7 അംഗങ്ങളാണ്. ഫോർ ആൾ ബിലോങ്സ് ടു എ. ഇതിൽ ഈ അംഗങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓർഡർ പേഴ്സ് എല്ലാം ഉണ്ട്. എക്സ് നിർദ്ദേശാംഗം 1 ആയിട്ടും വൈ കമ്പോണൻറ്റ് സെയിം നമ്പറായിട്ടും എത്രയോ ഓർഡർ പേർ എല്ലാം ഉണ്ട്. ഈ പിന്നെ എയിലുള്ള എല്ലാ അംഗത്തിനും ഇതേപോലെ ഉണ്ട് എന്നർത്ഥം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്. അതുകൊണ്ട് എ ഓർഡർ പെയർ എ ഡോട്ട് എ ബിലോങ്സ് ടു ആർ ഫോർ ആൾ എ ബിലോങ്സ് ടു എ. എയിലുള്ള എല്ലാ അംഗത്തിനും ഇത് പാലിക്കുന്നു. അതുകൊണ്ട് ആർ ഈസ് റിഫ്ലക്സീവ് ആണ് തെളിവ്. ഇനി എന്ത് വേണം? ഈക്വലൻസ് റിലേഷനാണ് തെളിയിക്കേണ്ടത്. നമ്മൾ ഈക്വലൻസ് റിലേഷനാണ് തെളിയിക്കാൻ അടുത്തത് നോക്കണം. സിമെട്രിക് ആണോ നോക്കണം. സിമെട്രിക് എഴുതി വെച്ചു. വേറെ ഒരു ഉദാഹരണം എടുത്ത് നോക്കാം. നമുക്കൊരു ഇത് ചെയ്ത് നോക്കാം. എ ബി ബിലോങ്സ് ടു ആർ വന്നു വിചാരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നിലെ എ ബി ബിലോങ്സ് ടു ആർ വന്നു. ഏതിലെ ഈ എ ബി എന്നുള്ള അംഗം ഇതിലുണ്ടെന്ന് വിചാരിക്കാം. റിലേഷനിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഉദാഹരണം 3 5 എന്നുള്ള ഉണ്ടെന്ന് വിചാരിക്കാം. മൂന്ന് 5 എന്നുള്ള റിലേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഒരെണ്ണെടുത്തു. 3 5 എന്നുള്ള റിലേഷൻ ഉണ്ട്. അല്ല, ഓർഡർ പെയർ റിലേഷനിൽ ഉണ്ടെന്ന് വിചാരിക്കാം. 3 5 എന്നുള്ള ഓർഡർ പെയർ റിലേഷനിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? 5 3 വേണം. അത്രേ ഉള്ളൂ കാര്യം. 5 3 വേണം. 5 3 ഉണ്ടോ നോക്കൂ. കാരണം അതും ഈവനാണ്. 5 3 ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൻ ആണല്ലോ. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് ബി മൈനസ് എയും ഈവൻ ആയിരിക്കും.
കാരണം എ മൈനസ് ബിയുടെ എ മൈനസ് ബി ബി മൈനസ് സി തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി പോസിറ്റീവ് ആണ് വെച്ചാൽ ബി മൈനസ് എ നെഗറ്റീവ് ആയിരിക്കും. സംഖ്യയിൽ വ്യത്യാസം ഉണ്ടാവില്ല, പോസിറ്റീവ് നെഗറ്റീവ്. എ മൈനസ് ബി നെഗറ്റീവ് ആണെങ്കിൽ ബി മൈനസ് എ പോസിറ്റീവ് ആവും. രണ്ടിൻ്റെയും മോഡുലസ് ഒരേ സംഖ്യ തന്നെയായിരിക്കും. മനസ്സിലായോ? അതാണ്. അപ്പം അതുകൊണ്ട് ordered pair AB belongs to R implies modulus of A minus B is even. Modulus of A minus B is even implies modulus of B minus A is even. അത് ഇംപ്ലൈ ചെയ്യും. മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഈവൻ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. ബി മാറും, ബിയും എയും ആറിലെ അംഗമല്ലേ. അപ്പോൾ ഫോർ ആൾ എ ബി ബിലോങ്സ് ടു എ, ഏത് അംഗത്തിനും ഇത് ബാധകമാണ് നിയമം. സോ ആർ ഇ സിമ്മട്രി. അപ്പോൾ അതേ പ്രോബ്ലം തന്നെ എക്സസൈസ് 1.1 8 എന്ന പ്രോബ്ലം തന്നെ പ്രോബ്ലം അവിടെ എഴുതിയിട്ടുണ്ട്, അത് മാറ്റിട്ടില്ല. പിന്നെ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ആർ ബിലോങ്സ് ആർ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയ ആ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം എഴുതിയിട്ടുണ്ട്. ആ ആറിലെ അംഗങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അത്രയും ഭാഗം ശരിയാണ്. പിന്നെ ട്രാൻസിറ്റീവ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ മറ്റേ റിഫ്ലക്സീവ് ആണെന്ന് തെളിയിച്ചു, ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് തെളിയിച്ചു, സിമെട്രിക് ആണെന്ന് തെളിയിച്ചു. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് എന്നത് തെളിയിക്കാനാണ് ഇപ്പോൾ ഈ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ എന്താ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ പഴയ കാര്യങ്ങൾ തന്നെ, അത് അങ്ങനെ തന്നെ ഉണ്ട്, മാറ്റിയിട്ടില്ല. ബാക്കിയുള്ളത് മാറ്റും. ട്രാൻസിറ്റീവ് എന്ന് എഴുതി. ട്രാൻസിറ്റീവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അത് നമുക്കൊന്ന് ഓർക്കാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് ordered pair AB belongs to R and ordered pair BC belongs to R. Ordered pair AB യും ordered pair BC യും Rലെ അംഗങ്ങളാണെങ്കിൽ മാത്രം implies, അത് ഇംപ്ലൈ ചെയ്യുന്നത് AC belongs to R. AB യും BC യും ഉണ്ടെങ്കിൽ AC ഈ നടുക്കുള്ളത് പോകും. AC belongs to R ആണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. എങ്ങനെയൊക്കെ? ഫോർ ആൾ എ ബി സി എന്നുള്ള എല്ലാം ഈ എ എന്നുള്ള സെറ്റിലെ അംഗങ്ങളാവും വേണം. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കാം, നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, ഓർഡേർഡ് പെയർ എ ബി എന്നൊരു അംഗം റിലേഷനിൽ ഉണ്ടെങ്കിൽ, ഈ റിലേഷന്റെ പ്രത്യേകത എന്താണ്? ഈ പ്രത്യേകത ഉണ്ടല്ലോ, സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ. ഇതാണ് മെയിൻ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് റിലേഷനെ സൂചിപ്പിക്കുന്ന ആ മർമ്മപ്രധാനമായ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ ബി ഈസ് ഈവൻ. അതായത് ആദ്യത്തെ അംഗത്തിൽ നിന്ന് രണ്ടാമത്തെ അംഗം കുറച്ചതിന് കിട്ടുന്ന എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ആദ്യത്തെ അംഗം മൈനസ് രണ്ടാമത്തെ അംഗം, അതിന്റെ മോഡുലസ് ഈവൻ ആയി വരണം എന്നാണ് പറഞ്ഞത്. അത് അപ്പോ ഒന്നുകൂടെ പറയാം. ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്തായിരിക്കും അർത്ഥം? ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ. അതാണല്ലോ അർത്ഥം. ഈവൻ ആണെങ്കിൽ മാത്രമല്ലേ എ ബി അംഗമാകൂ. മനസ്സിലായോ? അതായത് ഈവൻ ആണെങ്കിൽ മാത്രമല്ലേ ഈ എ ബി ഇതിൽ അംഗമാകൂ, ആറിന് അംഗമാകൂ. അപ്പൊ അത് പറഞ്ഞു. ആൻഡ് പിന്നെയുണ്ട്, ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആദ്യത്തതും രണ്ടാമത്തും ഉണ്ട്. ഇത് രണ്ടാമത്തെ. ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ, ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അല്ല ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മോഡുലസ് ഓഫ് ബി മൈനസ് സി ഈസ് ഈവൻ. അതാണല്ലോ. ഇത് ബിയും സി വരുന്ന ബിയും സി വരുന്ന ബി മൈനസ് സി ഈവൻ ആവണല്ലോ. അതും ശരി. അപ്പൊ അങ്ങനെയാണല്ലോ അർത്ഥം. അതോടെ പറഞ്ഞു. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ, ഇത് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വേണമെന്നാണല്ലോ ഇത് പറഞ്ഞത്. ഇത് രണ്ടും ഉണ്ട് എന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ ഇംപ്ലൈസ്, എന്ത് ഇംപ്ലൈസ്? ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ, അതായത് എ ബി ബിലോങ്സ് ടു ആറും ബി സി ബിലോങ്സ് ടു ആറും കൂടെ ഉണ്ടെങ്കിൽ, ആൻഡ് ആണെങ്കിൽ, അപ്പൊ ഈ വലതുവശത്ത് പറഞ്ഞത് ശരിയല്ലേ? എ മൈനസ് ബിയും ബി മൈനസ് സി ഇവൻ രണ്ടുമുണ്ട്. അപ്പൊ എ മൈനസ് ബി ഈവൻ ആവണം, ബി മൈനസ് സി ഈവൻ ആയിരുന്നു. അപ്പൊ എന്താ പറയാ? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈവൻ.
എ മൈനസ് ബിയും ഈവൻ ആവണം, പ്ലസ് ബി മൈനസ് സി ഈവൻ ആവണം. അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടല്ലോ. ഒരു ഉദാഹരണം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഈവൻ ആണെങ്കിൽ അതിൻ്റെ തുകയും ഈവൻ ആയിരിക്കും, അതിൻ്റെ സമ്മും ഈവൻ ആയിരിക്കും. രണ്ട് സംഖ്യകളുടെ സമ്മും ഈവൻ ആയിരിക്കും. നോക്കൂ, ഒരു ഉദാഹരണം എടുക്കാൻ നമുക്ക്. ബിക്കോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ബിക്കോസ് ചിഹ്നിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. വെറുതെ ഒരു ആരോ മാർക്ക് ഒരു സെക്ഷൻ മറിച്ചു. ഇതൊരു വർക്കിംഗ് കോളാണ്, അതിനുവേണ്ടി വരച്ചതാണ്. ബിക്കോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? 8 ഈസ് ഈവൻ. 8 സംഖ്യ ഈവൻ ആണല്ലോ. ആൻഡ് 4 ഈസ് ഈവൻ. 4ഉം ഈവൻ ആണല്ലോ. അതിൻ്റെ രണ്ടിൻ്റെ സം എത്ര വരിക? 8 + 4. 8 + 4 12 വരിക. ഈസ് ഈവൻ, സ്വാഭാവികം. അപ്പം അതിനർത്ഥം രണ്ട് സംഖ്യകൾ ഈവൻ ആണെങ്കിൽ അതിൻ്റെ തുകയും ഈവൻ ആയിരിക്കും. അത് ആ സിദ്ധാന്തം അത് ഉപയോഗിച്ച് നമുക്ക് പറയാം, ഇതും ഈവനാണ്, ഇതും ഈവൻ ആണെങ്കിൽ ഇതിൻ്റെ തുകയും എ മൈനസ് ബിയുടെയും ബി മൈനസ് സിയുടെയും തുകയും ഈവൻ ആയിരിക്കും. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസ് ഈവൻ. എ മൈനസ് ബി ബി മൈനസ് സിയുടെ കൂട്ടിയാൽ ഈവൻ ആവണമല്ലോ. ഇനി എന്ത് ചെയ്യുക? ബി ക്യാൻസൽ ആയി പോകും, പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ആയി പോകും. അപ്പോൾ എ മൈനസ് ബി ഇത് മാറ്റി കഴിയുമ്പോൾ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്നുണ്ട്. ആ മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആയി പോകും. അപ്പോൾ എ മൈനസ് സി ഇത് ക്യാൻസൽ ആകുമ്പോൾ എ മൈനസ് സി. അപ്പോൾ അതിനർത്ഥം മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ ആണ്. എ മൈനസ് സി ഈവൻ ആവും. കഴിഞ്ഞല്ലോ. എ മൈനസ് ബി ഈവൻ ആവും എന്താണ് അർത്ഥം? ഓർഡേർഡ് പെയർ എ സി, ഓർഡേർഡ് പെയർ എ കോമ സി ബിലോങ്സ് ടു ആർ എന്നാണ് അർത്ഥം. ഫോർ ആൾ എ ബി സി ബിലോങ്സ് ടു എ. എയും ബിയും സിയും ഏതാണോ ഏത് വന്നാലും ഇത് പാലിക്കുന്നതാണ് അർത്ഥം. അപ്പൊ നോക്കൂ, അപ്പൊ തെളിഞ്ഞു. എന്താ തെളിഞ്ഞ്? നമ്മൾ ഇത് തെളിഞ്ഞല്ലോ. ഇഫ് എ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. ഇവിടെ വന്നല്ലോ, എ ബി ബിലോങ്സ് ടു ആർ ഇതാണ്, ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എ സി ബിലോങ്സ് ടു ആർ കിട്ടിയല്ലോ. എ സി ബിലോങ്സ് ടു ആർ കിട്ടി. ഫോർ ആൾ എ ബി സി ബിലോങ്സ് ടു ആർ. അപ്പോൾ ആ കണ്ടീഷൻ പാലിച്ചു എന്നർത്ഥം. അതായത് അതിനർത്ഥം എന്താണ്? ആർ ഈസ് ട്രാൻസിറ്റീവ് എന്നാണ്. ട്രാൻസിറ്റീവ് ആണ് തെളിഞ്ഞു. അപ്പോൾ ആദ്യം എന്ത് തെളിഞ്ഞു? റിഫ്ലക്സീവ് ആണ് തെളിഞ്ഞു. പിന്നെ സിമ്മട്രിക് ആണ് തെളിഞ്ഞു. ഇപ്പോൾ നമ്മൾ ട്രാൻസിറ്റീവ് ആണെന്ന് തെളിയിച്ചു. അതിനർത്ഥം ഈ റിലേഷൻ എന്ന് പറയുന്നത് ഈക്വലൻസ് റിലേഷൻ ആണ് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി. സിൻസ് ആർ ഈസ് റിഫ്ലക്സീവ് ഒന്ന് നമ്മൾ തെളിയിച്ചു, സിമ്മട്രിക് തെളിയിച്ചു, ആൻഡ് ട്രാൻസിറ്റീവ് ഇപ്പോൾ തെളിയിച്ചു, കോമ ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ തെളിഞ്ഞു. ആർ ഈസ് ഈക്വലൻസ് റിലേഷൻ തെളിഞ്ഞു. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത സെഷനിൽ ഈ മറ്റ് ഭാഗങ്ങളൂടെ തെളിയിക്കാനുണ്ട്. അത് അടുത്ത ഇതിൽ വരും. ഓക്കെ, പഴയ പ്രോബ്ലം തന്നെ ആ പ്രോബ്ലത്തിൻ്റെ അടുത്ത ഭാഗം ആണ് അവതരിപ്പിക്കുന്നത്. പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രോബ്ലം ഒന്നും മാറ്റിയിട്ടില്ല, അതേ പ്രോബ്ലം തന്നെ എഴുതിയിട്ടുണ്ട്. സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ പഴയ പോലെ തന്നെ. ആർ ഈസ് സബ്സെറ്റ് ഓഫ് എ ക്രോസിംഗ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആറിലെ അംഗങ്ങൾ ഏതൊക്കെയെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ചേർക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മായ്ക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ഇത് മായ്ച്ചിട്ട് യെസ് മായ്ച്ചു. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ഇതിലുള്ള രണ്ടാമത്തെ സെഷൻ. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നത് കഴിഞ്ഞതോടുകൂടി നമ്മൾ തീരുമാനിച്ചു അതെന്താണെന്ന്. ഒരു ഈക്വലൻസ് റിലേഷൻ ആണ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ ക്ലാസ്സോടുകൂടി. അതിന്റെ തുടർച്ച നമ്മൾ പറഞ്ഞു. ഷോ ദാറ്റ് അതിന്റെ അടുത്ത സെഷൻ, ക്വസ്റ്റ്യന്റെ അടുത്ത സെഷൻ, ഷോ ദാറ്റ് all the elements of set 135 set 135 എല്ലാ എലമെന്റ്സും ആ റിലേറ്റഡ് ടു ഈച്ച് അതർ, പരസ്പരം ബന്ധമുണ്ട്. അതാണ് ഷോ ചെയ്യേണ്ടത്. ഷോ ചെയ്യേണ്ടത് എന്താണ്? ആർ ദ എലമെന്റ്സ് ഓഫ് 135 ഈ സെറ്റ് 1 2 3 5 ഈ മൂന്ന് എലമെന്റ്സും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, and all the elements of set 2 4
രണ്ട് സെറ്റ് തന്നു. ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ, അതും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാണ് റിലേറ്റഡ്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. എന്താ 1, 3, 5 തമ്മിൽ പരസ്പര ബന്ധം 6 ബന്ധം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? 1, 3 തമ്മിലൊരു ബന്ധം ഉണ്ടാവും, 1, 5 തമ്മിലൊരു ബന്ധം ഉണ്ടാവും. പിന്നെ അപ്പോൾ 3 തുടങ്ങാം. 3, 5 തമ്മിലുണ്ടാവും, 3, 1 തമ്മിലുണ്ടാവും. പിന്നെ 5, 1 ഉണ്ടാവും, 5, 3 ഉണ്ടാവും. 6 ബന്ധങ്ങൾ ഉണ്ടാവും പരസ്പരം. ആ ബന്ധങ്ങൾ ഉണ്ടോ? റിലേറ്റഡ് ആണോ? എന്താ ബന്ധം? ബന്ധം ഇത് തന്നെ. ഏതാണ് റിലേഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചെന്ന് അർത്ഥമുള്ളൂ. അത്ര സിമ്പിളാണ്. അതായത് ഈ മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈവൻ എന്നുള്ളത് ബന്ധം ഇതിനൊക്കെ ഉണ്ടോ എന്ന് പരസ്പരം. അതേപോലെ ഈ സെറ്റിനും 2, 4 ഇത് 2 ബന്ധമേ ഉള്ളൂ. 2, 4, 4, 2 ബന്ധമേ ഉള്ളൂ. കാരണം 2 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ 2 ബന്ധം. ഇതിന് 6 ബന്ധങ്ങൾ വരും പരസ്പരം. ഇതിന് 2 ബന്ധങ്ങൾ പരസ്പരം വരും. ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആണോ? ഏത് റിലേഷൻ? ഈ റിലേഷൻ ഉണ്ടോ? സിസ്റ്റം. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആൻസർ ചെയ്യാണ്. അപ്പോ അതിന്റെ ആദ്യം നമ്മൾ പറയുന്നത് ഇതാ, ഇതിന്റെ കാര്യം തീരുമാനിക്കും. ഇത് റിലേറ്റഡ് ആണോ, ഇതിലെ എലമെന്റ്സ് ഒക്കെ റിലേറ്റഡ് ആണോ എന്ന് തെളിയിക്കാൻ. അതിതാ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് എഴുതിയിട്ട് റിലേഷൻ ബിറ്റ്വീൻ ദ എലമെന്റ്സ് ഇൻ സെറ്റ് 1, 3, 5. ഒന്നുകൂടെ പറയാം. റിലേഷൻ ബിറ്റ്വീൻ ദ എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻ ഉണ്ട് ഇൻ സെറ്റ് 1, 3, 5. സെറ്റ് 1, 3, 5 റിലേറ്റഡ് ആണ്. റിലേറ്റഡ് ആണ് എന്ന് പറയാം. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് 1R3 എന്ന് പറയാം. 1R3 എന്ന് പറയാം. അതായത് 1 ഈസ് റിലേറ്റഡ് ടു 3. നമ്മൾ ആദ്യം പറഞ്ഞു A റിലേറ്റഡ് ടു B എന്ന്. 1 ഈസ് റിലേറ്റഡ് ടു 3. കാരണം എന്താണ്? ബിക്കോസ് 3 കുത്തിട്ടുണ്ട്. ബിക്കോസ് മോഡുലസ് ഓഫ് 1 minus 3 A minus B 1 minus 3. അപ്പൊ ഇത് ഇവിടുന്ന് ഇവിടേക്ക്. അപ്പൊ മോഡുലസ് ഓഫ് 1 minus ഇതാ മോഡുലസ് ഓഫ് A minus B ഇവിടെ എഴുതിയിട്ടുണ്ട്. മോഡുലസ് ഓഫ് A minus B ഈസ് ഈവൻ. നോക്കൂ. അപ്പൊ ഇവിടെ എന്ത് വരും? 1 ഉം 3 ആകുമ്പോ മോഡുലസ് ഓഫ് 1 minus 3 1 minus 3 ഈവൻ ആണോ എന്ന് നോക്കണം. 1 minus 3 ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 ന്ന് 3 കുറച്ചാൽ -2 വരും. 1 ന്ന് 3 കുറച്ചാൽ -2. അതിന്റെ മോഡുലസ് എന്താണ്? 2. 2 എന്ന സംഖ്യ ഈവൻ ആണല്ലോ. ഈവൻ ആണ് തീരുമാനിച്ചു. അപ്പൊ 6 ബന്ധം എങ്ങനെ? 1 ഉം 5 ഉം തമ്മിൽ, 1 ഉം 5 ഉം തമ്മിലുള്ള ബന്ധം, 1 ഉം 5 ഉം തമ്മിലുള്ള ബന്ധം. നോക്കൂ. 1R5 എന്ന് പറയാം നമുക്ക്. കാരണം എന്താ? ബിക്കോസ് 1 മോഡുലസ് ഓഫ് 1 minus 5 എന്താണ്? ഈക്വൽ ടു മോഡുലസ് ഓഫ് 4. 1 minus 5 എന്ന് പറഞ്ഞാൽ -4 ആണ്. മോഡുലസ് ഓഫ് -4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഈസ് എൻ ഈവൻ നമ്പർ. ഓക്കെ ആണ്. ഇനി അടുത്തത് 1 ഉം 1 ഉം തമ്മിൽ ബന്ധമുണ്ട്. 1 ഉം 1 ഉം തമ്മിൽ ബന്ധമുണ്ട്. അപ്പോ 1R1 എന്ന് പറയാം. 1 ഈസ് റിലേറ്റഡ് ടു 1 എന്ന് പറയാം. ബിക്കോസ് മോഡുലസ് ഓഫ് 1 minus 1 മോഡുലസ് ഓഫ് 1 minus 1 ഈക്വൽ ടു മോഡുലസ് ഓഫ് 0 ഈക്വൽ ടു 0. 0 പ്ലസ് ഇല്ല മൈനസ് ഇല്ല. അപ്പൊ ഈക്വൽ ടു 0 ഈസ് ഈവൻ. അതും ഈവൻ ആണ്. ഇനി അടുത്തത് 3 ഉം 1 ഉം തമ്മിൽ 3R1 ഇതും തമ്മിൽ 3R1 എന്ന് പറയാം. റിലേറ്റഡ് ആണ്. ബിക്കോസ് because 3 minus 1 modulus of 3 minus 1 equal to modulus of 2. 3 കുറച്ചാൽ 2. ഈ 2ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഈ C1 2 ഈവനുമാണ്. അടുത്തത് 3 ഉം 5 ഉം തമ്മിലെ ബന്ധം. 3 ഉം 5 ഉം തമ്മില് 3 minus y modulus of 3 minus y equal to modulus of -2 -2. 3 ഉം 5 കുറച്ചാൽ -2. അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2. അതും ഈവൻ ആണ്. ഈ C1. ഇനി 3R1 എടുത്തു. 3R1 ഇനി പറയാം 3 ഉം 1 ഉം തമ്മിൽ ബന്ധം. 3R1 എന്ന് പറഞ്ഞാൽ ബിക്കോസ് മോഡുലസ് ഓഫ് 3 minus 1 ഈക്വൽ ടു 3 ഉം 1 കുറച്ചാൽ 2. മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 2. ഈ C1 2 ഈ C1 ആണല്ലോ. അടുത്തത് 5R1 5ഉം 1 ഉം തമ്മിലുള്ള ബന്ധം. ബിക്കോസ് ഇതിങ്ങനെ പറയാം
5 is related to 1. അതാണ് ഈ 5 R1 എന്ന് പറഞ്ഞ അർത്ഥം. Because modulus of 5 minus 1. 5 minus 1 is 4 equal to modulus of 4. Modulus of 4 equal to 4 is even. 4 is even. അടുത്തത് 5 3 തമ്മില് 5 3 തമ്മിലുള്ള ബന്ധം 5 3 തമ്മിലുള്ള ബന്ധം ദാ 5 related to 3 because modulus of 5 minus 3 modulus of 5 minus 3 equal to modulus of 2 equal to 2 2 is even. അടുത്തത് 5 5 തമ്മിലുള്ള ബന്ധം 5 related to 5 because modulus of 5 minus 5 equal to modulus of 0 equal to 0 0 is even. അപ്പോൾ എന്താ മനസ്സിലായേ? ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഈ ഇതിലെ അംഗങ്ങളൊക്കെ റിലേറ്റഡ് ആണ്. ഈ റിലേഷൻഷിപ്പ് അതിനൊക്കെ ബാധകമാണ് എന്നർത്ഥം. അപ്പൊ അത് കഴിഞ്ഞു. അത് റിലേറ്റഡ് ആണെന്ന് എഴുതി. അപ്പൊ അതിന് എഴുതി അവസാനം. സോ ദ എലമെന്റ്സ് ഓഫ് സെറ്റ് 1 3 5 ആർ റിലേറ്റഡ്. ഇങ്ങനെ എഴുതേണ്ടത്. സോ ദ എലമെന്റ് ഓഫ് സെറ്റ് 1 3 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എഴുതി. ഇനി അടുത്തത് relation between the elements of set 2 4. set 2 4 ഉള്ള set 2 4 ഉള്ള രണ്ട് എലമെന്റ്സ് അത് തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നോക്കണം. ബന്ധം ഇത് തന്നെ നോക്കൂ. 2R4 രണ്ടും 4 തമ്മിലുള്ള ബന്ധം 2R4 എന്ന് പറയാം. 2 is related to 4 എന്ന് പറയാം. കാരണം എന്ത്? കാരണം 2 minus 4 ന്റെ മോഡുലസ് of 2 minus 4 equal to modulus of -2. 2 ന്ന് 4 കുറച്ചാൽ -2. modulus of -2 equal to 2 and 2 is even. ഞാൻ തിരിച്ചും പറയാലോ. 4 2 തമ്മിലും പറയാം. 2 4 തമ്മിലുള്ള ബന്ധം 4 2 4R2 എന്ന് പറയാം. 4R2 because modulus of 4 minus 2 equal to modulus of 2 equal to 2 2 is even. അതും തെളിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ്. ഷോ ദാറ്റ് all the elements of 1 3 5 are related to each other and all the elements of 2 4 are related to each other. തെളിഞ്ഞു. അപ്പോൾ അതുകൂടെ എഴുതണം. so the elements of set 2 4 are related. ഒന്നുകൂടെ വായിക്കാം. so the elements of set 2 4 are related. തെളിഞ്ഞു. അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ but no elements of 1 2 1 3 5 no ഈ 1 3 5 ഒരു എലമെന്റും ഏതുമായിട്ട് ബന്ധമില്ല. ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് 2 4. ഇതിലുള്ള എലമെന്റും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെ ആ ബന്ധം ഇല്ലാതിരിക്കുന്നു. ഇതേ ബന്ധം വെച്ചാൽ മനസ്സിലായി. അപ്പൊ അതാണ് തെളിയിക്കുന്നത്. അപ്പൊ അടുത്ത നോക്കൂ. 3 റിലേഷൻ ബിറ്റ്വീൻ ദ എലമെന്റ്സ് ഓഫ് സെറ്റ് 1 3 5 ആൻഡ് സെറ്റ് 2 4. ഒന്നുകൂടെ വായിക്കാം. റിലേഷൻ ബിറ്റ്വീൻ the elements of set 1 3 5 ഇതിലെ അംഗങ്ങളും and 2 4 set 2 4. അത് നമുക്ക് എല്ലാ കുറെ ബന്ധങ്ങളുണ്ട്. പക്ഷെ ഒരു ബന്ധം പറഞ്ഞാൽ മതി. അതെല്ലാം അതിനെ ഏത് എടുത്താലും ഇത് പറയാൻ പറ്റും. നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. they are not related. ഇതിലെ എലിമെന്റ്സും ഇതിലെ എലിമെന്റും ഏതെങ്കിലും എലിമെന്റിൽ നിന്ന് എടുക്കാം. ഒരു എലിമെന്റ് അവിടെ നിന്ന് എടുക്കാം. they are not related. അത് എഴുതിയാൽ മതി. they are not related. കാരണം because ഒരു എക്സാമ്പിൾ കാണിച്ചു. ഒറ്റ എക്സാമ്പിൾ എല്ലാം കാണിക്കേണ്ട കാര്യമില്ല. മോഡുലസ് ഓഫ് 1 minus 3 1 എവിടെ നിർത്തും? ഇത് നിർത്തും. 1 minus 3 അല്ല 1 minus 4 1 ഇത് നിർത്തും 4 നിർത്തും. ഏത് എടുക്കാം? ഇവിടുന്ന് ഒന്ന് എടുക്കണം, ഇവിടുന്ന് ഒന്ന് എടുക്കണം, ഇവിടുന്ന് ഒന്ന് എടുക്കാം, ഇവിടുന്ന് ഒന്ന് എടുക്കാം. അങ്ങനെ രണ്ടും ഇതായിരിക്കണം. അപ്പോൾ നമ്മൾ 1 ഉം 4 ആണ് എടുത്തത്. 1 ഉം 4 എടുത്തു. അപ്പോ മോഡുലസ് ഓഫ് 1 minus 4 ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ 1R4 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം റിലേറ്റഡ് അല്ല. 1 is related to 4 എന്ന് എഴുതാൻ പറ്റില്ല. റിലേറ്റഡ് അല്ല, അതുകൊണ്ട് എഴുതാത്തത്. അപ്പൊ എന്ത് പറഞ്ഞു നമ്മൾ? ഇതിൽ ഒരു എലമെന്റും they are not related എന്ന് പറഞ്ഞു. എന്നിട്ട് ബിക്കോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. എന്താണ്? മോഡുലസ് ഓഫ് 1 minus 4 1 ഉം 4 ഉം നിന്ന് എടുക്കാൻ വെച്ചാൽ 1 minus 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു മോഡുലസ് ഓഫ് -3. 1 minus 4 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3യുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 is not even. തെളിഞ്ഞു. അപ്പൊ എന്ത് തെളിഞ്ഞു? എല്ലാം തെളിഞ്ഞു. അതായത്
ഇത് റിലേറ്റഡ് അല്ലാന്ന് തെളിഞ്ഞു, ഇത് രണ്ടും റിലേറ്റഡ് ആണെന്ന് തെളിഞ്ഞു, ഇതും റിലേറ്റഡ് ആണ്, അവസാനത്ത് റിലേറ്റഡ് അല്ലാന്ന് തെളിഞ്ഞു. ശരിക്കും ഇത് ഈ ഈക്വിവാലൻസ് ക്ലാസ് എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷെ ഈക്വലൻസ് ക്ലാസ് എന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല ഈ ക്വസ്റ്റ്യൻ്റെ എവിടെയും. കാരണം ഒരു സെറ്റിന്റെ പിന്നെ ഒരു എന്താ പറയുക, ഒരു റിലേഷൻ, ഒരു ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ, ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ആ ഈക്വലൻസ് റിലേഷൻ ഈ സെറ്റിന്, അത് ഏത് സെറ്റിൽ നിന്നാണോ വന്നത് ആ സെറ്റിനെ ഒന്നിലധികം ഈക്വലൻസ് ക്ലാസ് ആയിട്ടിരിക്കും. ഈ സെറ്റിനെ തിരിച്ചിരിക്കുന്നത് രണ്ട് ക്ലാസ് ആയിട്ടാണ്. അതേതാ? ഒന്ന് 135 ഒന്ന് 24. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് 135 ഇന്റർ റിലേറ്റഡ് ആണ്, 24 ഇന്റർ റിലേറ്റഡ് ആണ്. പക്ഷെ ഇത് തമ്മിൽ അതൊരു ബന്ധമില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബന്ധം ആ പഠിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടായി ചോദ്യം. പക്ഷെ ക്ലാസ്സിന് എവിടെയും പറയുന്നില്ല, ഈക്വലൻസ് ക്ലാസ്സിന് എവിടെയും പറയുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.